ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പിലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. 16-ാമത്തെ വാക്യം. മതി. സ്തോത്രം. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ ഒരു തന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തോട് പങ്കുവെച്ച ഒരു കാര്യമാണ് നമ്മൾ ആ ഭാഗത്ത് വായിച്ചത്. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഈ വർഷത്തെ 2026 നമ്മുടെ പ്രധാനപ്പെട്ട തീം, അതിന്റെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് സ്തോത്രം, റൂട്ടഡ്, ബിൽഡപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഫെയ്ത്ത് എന്നതാണ്. വേരൂന്നുക, കെട്ടിപ്പടുക്കുക, വർദ്ധിക്കുക എന്നുള്ള വിശ്വാസത്തിൽ വേരൂന്നുക, വിശ്വാസത്തിൽ കെട്ടിപ്പടുക്കുക, വിശ്വാസത്തിൽ വർദ്ധിച്ചു വരിക എന്ന ഒരു ആത്മീയ ചിന്തയാണ് 2026 നമ്മുടെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതിനോട് ചേർത്ത് നിർത്തിയ ഒരു സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ പഠിച്ചത് വിശ്വാസത്തെ കുറിച്ചാണ്, അല്ലെ? കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നാം നടക്കുന്നത് എന്ന അപ്പോസ്തലനായ പൗലോസിന്റെ 2 കൊരിന്ത്യർ ലേഖനം 5-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് നാം വിശ്വാസത്തെ കുറിച്ച് ചിന്തിച്ചത്. ഇന്ന് പകലും ഞാൻ നിങ്ങളോട് അതിന്റെ തുടർച്ചയായി തന്നെ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. സ്തോത്രം. വിശ്വാസത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏതൊരു കൊടുങ്കാറ്റിലും, ഏതു വലിയ കൊടുങ്കാറ്റിന്റെ നടുവിലും വേരൂന്നിയ ഒരു വൃക്ഷം, സ്തോത്രം, വേരാഴത്തിലുള്ള ഒരു വൃക്ഷം ഉറച്ചു നിൽക്കുന്നത് പോലെ വിശ്വാസത്താൽ വേരൂന്നിയ ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ നേരിടുന്ന ഏതൊരു പരീക്ഷകളിലും പ്രതിസന്ധികളിലും തളരാതെ നിൽക്കും. സ്തോത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു വൃക്ഷം അത് ഭൂമിയിൽ വേരൂന്നി നിന്നിട്ട് തനിക്ക് നേരെ വരുന്ന ഏത് കൊടുങ്കാറ്റിന്റെ മുൻപിലും അത് വീഴാതെ ഉറച്ചു നിൽക്കുന്നത് പോലെയാണ് ഒരു വിശ്വാസി എന്ത് ചെയ്യുന്നത്? സ്തോത്രം. തന്റെ വിശ്വാസത്തിൽ വേരൂന്നി നിന്നാൽ അവന് സംഭവിക്കുന്നത്, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് വെല്ലുവിളി നേരിടേണ്ടി വന്നാലും, ഏത് വലിയ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ആ വിശ്വാസി കടന്നു പോകേണ്ടി വന്നാലും, വിശ്വാസത്തിൽ വേരൂന്നിയ ഒരു ദൈവപൈതൽ വീണു പോകുകയില്ല. അവരവിടെ ഉറച്ചു നിൽക്കും എന്നതാണ്. സ്തോത്രം. അല്ലെങ്കിൽ ഈ നാളുകളിൽ ദൈവമക്കളായ നമുക്ക് ആവശ്യം അതാണ്. ആമേൻ. സ്തോത്രം. കാരണം വിശ്വാസത്യാഗികൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ, സ്തോത്രം, ചെറിയ കാര്യത്തിന്റെ പേരിൽ പോലും ദൈവവിശ്വാസം വിട്ട് ഉഴന്നു പോകുന്ന ദൈവമക്കളുള്ള ഈ വല്ലാത്ത കാലഘട്ടത്തിൽ, സ്തോത്രം, ദൈവസഭകളെല്ലാം ശൂന്യമായി കൊണ്ടിരിക്കുന്ന ഈ വല്ലാത്ത ഒരു വേളകളിൽ ദൈവമക്കളെ അവസാനത്തോളം സഹിച്ചു നിൽക്കണമെങ്കിൽ നമുക്കൊരു വേരൂന്നിയ വിശ്വാസം വേണം. ആഴമേറിയ ഒരു വിശ്വാസം നമുക്ക് അനിവാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസം എന്നാൽ നാം മനസ്സിലാക്കണം, സ്തോത്രം, വിശ്വാസം എന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. പിന്നെയോ, സ്തോത്രം, യേശുവിലുള്ള വിശ്വാസത്തെ കുറിച്ചാണ്. ചിലർ പറയും ആത്മവിശ്വാസം വേണം, നല്ലൊരു ധൈര്യം വേണം, മനസ്സിലൊരു ധൈര്യം വേണം, നേടുവെന്നൊരു ധൈര്യം വേണം എന്ന് പറയില്ലേ? ഈ സെൽഫ്, നമ്മളെ സ്വയത്തെ ധൈര്യപ്പെടുത്തുന്ന ക്ലാസ്സുകളൊക്കെ നയിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം പറയും നമുക്ക് ആദ്യം നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യം വേണം എന്നൊക്കെ പറയും. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് അവനവനിലുള്ള വിശ്വാസമല്ല. പിന്നെയോ, സ്തോത്രം, അവനവൻ ബലഹീനനായിരിക്കുമ്പോഴും, അവനവൻ കഴിവ് കുറഞ്ഞവനായിരിക്കുമ്പോഴും, തകർന്നവനാകുമ്പോഴും തങ്ങളെ ഉയർത്തുന്ന ദൈവത്തിലുള്ള വിശ്വാസമാണ് ദൈവവചനം മുമ്പോട്ട് വെക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. സ്തോത്രം. നാം വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസമാണ് നമ്മെ നിർത്തുന്നത്. സ്തോത്രം. എന്നാൽ ഈ അപ്പോസ്തല പ്രവൃത്തി 3:16 നാം കാണുന്നത്, അവിടെ എന്താ നമ്മെ അറിയിക്കുന്നത്? അവിടെ ഒരു വലിയ അത്ഭുതം നടന്നു 3-ാം അധ്യായത്തിൽ, അല്ലെ? സ്തോത്രം. എന്താ നടന്ന അത്ഭുതം? സ്തോത്രം. ഒരു
ജന്മനാ മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ, അവൻ ഭിക്ഷാടകനായിരുന്നു. അവനെ കുറെ ആളുകൾ ചേർന്ന് ചുമന്നുകൊണ്ട് ഈ യെരൂശലേം ദേവാലയത്തിന് മുൻപിൽ, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന് മുൻപിൽ എല്ലാ ദിവസവും കൊണ്ടുപോയി ഇരുത്തും. അവൻ അവിടെ ഇരുന്ന് ഭിക്ഷയാചിക്കുകയാണ്. ആളുകൾ വരുന്നവരെല്ലാം അവന് ഭിക്ഷ എറിഞ്ഞു കൊടുക്കും. ഇവന്റെ ജോലി ഇതാണ്. അവസാനം വൈകുന്നേരം ആകുമ്പോൾ ഇവരെ അവിടെ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. അന്നത്തെ കളക്ഷനുമായിട്ട് വീട്ടിൽ പോകും. പിറ്റേ ദിവസം രാവിലെയും ഇതുപോലെ ആളുകൾ ചുമന്നുകൊണ്ട് ഇവരെ ഇവിടെ കൊണ്ടുവന്നിരുത്തും. ഇതായിരുന്നു പതിവ്. അങ്ങനെ ഒരു ദിവസം രാവിലെ ഈ ജന്മനാ മുടന്തനായിരുന്ന മനുഷ്യനെ ആളുകൾ ചുമന്നുകൊണ്ടുപോയി ഈ സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തി. അങ്ങനെ അവരവിടെ ഇരിക്കുന്ന നേരത്താണ് ആര് കടന്നു വരുന്നത്? അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. അവരിങ്ങനെ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നത് കണ്ടപ്പോൾ സ്തോത്രം, ഭിക്ഷാടകനായ ഈ വയ്യാത്ത മനുഷ്യൻ എന്ത് ചെയ്തു? സ്തോത്രം, ഇവരെ നോക്കിക്കൊണ്ട് തന്റെ ആ പതിവ് ശൈലിയിൽ, ആരെ കണ്ടാലും അവൻ ചോദിക്കുന്ന പതിവ് ശൈലിയിൽ അവൻ വല്ലതും ലഭിക്കും എന്ന് വിചാരിച്ച് അവരെ നോക്കി കൈനീട്ടിക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം, അവരിലേക്ക് നോക്കി കൈനീട്ടിയപ്പോൾ പത്രോസും യോഹന്നാനും അവരോട് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. നീ ഉദ്ദേശിക്കുന്നത് പൈസയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ അത് ഞങ്ങളുടെ കയ്യിലില്ല. എന്നാൽ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു നടക്ക എന്ന് പറഞ്ഞ് അവന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ സ്തോത്രം, ജന്മനാ മുടന്തനായിരുന്ന മനുഷ്യൻ, സ്തോത്രം, നടന്നിട്ടില്ലാത്ത ആ മനുഷ്യൻ കാലുകൾ ഊന്നി എഴുന്നേറ്റ് നിൽക്കുവാനിടയായി തീർന്നു. അവൻ തുള്ളി ചാടി ദൈവത്തെ ആരാധിപ്പാനിടയായി തീർന്നു. ഇത് കണ്ട ആളുകളെല്ലാം അത്ഭുതപരതന്ത്രരായി. അവരെല്ലാം ഓടിക്കൂടി അവര് പത്രോസിനെ യോഹന്നാനെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അത്ഭുതം നടന്ന ആ മനുഷ്യനെ അവർ അത്ഭുതത്തോടെ നോക്കുകയാണ്. അവര് പറഞ്ഞു, അയ്യോ, ഇവൻ ഇവിടെ എല്ലാ കാലത്തും ഇരുന്നവനല്ലേ? ഇവൻ ജന്മനാ ഈ നടക്കാൻ കഴിയാത്തവനായിരുന്നില്ലേ? ഇവൻ എങ്ങനെ നടന്നു എന്ന അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ആ പത്രോസും യോഹന്നാന്റെയും ചുറ്റും ആളുകൾ കൂടി. കാരണം ഇവരാണല്ലോ ഇവരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അവന്റെ ചുറ്റും കൂടിയപ്പോൾ പത്രോസ് അവരോട് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് നമുക്ക് 3-ാം അധ്യായത്തിന്റെ 11 മുതൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റെ എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നതെന്ന് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതുമെന്ന്. സ്തോത്രം. പത്രോസും യോഹന്നാനും ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ അടുക്കലേക്ക് ഓടിക്കൂടുന്നത്? ഇത് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഇവനെ നടത്തി എന്നതുപോലെ നിങ്ങൾ എന്തിനാ ഞങ്ങളെ സമീപിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇത് ഞങ്ങളുടെ ശക്തിയല്ല, ഇത് ഞങ്ങളുടെ കഴിവല്ല, ഇത് ഞങ്ങളുടെ അധികാരമല്ല, ഇത് ഞങ്ങളിലുള്ള യാതൊരു ശ്രേഷ്ഠതയോ അല്ല, പിന്നെയോ അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താലാണ് ഇവൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത് എന്ന് പത്രോസ് അവരോട് വിളിച്ചു പറയുകയാണ്. എന്ന് പകലും ഞാൻ നിങ്ങളോട് വിളിച്ചു പറയപ്പെട്ട പ്രിയപ്പെട്ടവരെ, എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമ്പോ, അതിശയങ്ങളെ പ്രവർത്തിക്കുമ്പോ അത് നമ്മിലുള്ള എന്തെങ്കിലും കഴിവല്ല, നമ്മിലുള്ള എന്തെങ്കിലും ശ്രേഷ്ഠതയല്ല, പിന്നെയോ നമ്മിൽ വിശ്വസിക്കുമ്പോ ആ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തിയാണ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. പത്രോസ് പറയുകയാണ്, അത് മനുഷ്യന്റെ പരിശ്രമമല്ല, ഇത് മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, സ്ഥാനമാനങ്ങളെ കൊണ്ട് സംഭവിച്ചതല്ല, പിന്നെയോ യേശുവിന്റെ നാമത്താൽ സംഭവിച്ചതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നോക്കൂ, ഇതിനു വേണ്ടി പക്ഷെ ദൈവം ഉപയോഗിച്ചതാരെയാ? ദൈവത്തിന്റെ ഭക്തന്മാരായ 2 ശിഷ്യന്മാരെ, അല്ലെ, പത്രോസിനെയും യോഹന്നാനെയുമാണ് ദൈവം ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. 12 ശിഷ്യന്മാരിലെ പ്രധാനികളായ 2 പേരായിരുന്നു ആരൊക്കെ? പത്രോസും യോഹന്നാനും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ എന്നാൽ ഇവർ ഇന്ന് ഈ വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ നിൽക്കുമ്പോ, ഇവർ ഇത്രമേൽ സ്തോത്രം ആളുകളുടെ മുൻപിൽ ഒരു പ്രശംസാ വിഷയം പോലെ നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇവർക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. സ്തോത്രം. അത് ഈ വിധത്തിലുള്ളതായിരുന്നില്ല. ഭീരുക്കളായിരുന്ന ഒരു ഭൂതകാലം, സംശയാലുക്കളായിരുന്ന ഒരു ഭൂതകാലം, തള്ളിപ്പറഞ്ഞവരായിരുന്ന ഒരു ഭൂതകാലം, ഓടി ഒളിച്ചവരായ
മനുഷ്യരായിരുന്നു ഈ ശിഷ്യന്മാരെന്ന് പറയുന്നത്. ആണോ? അല്ലേ? സ്തോത്രം. യേശുവിന് മുമ്പിൽ ഭീരുക്കളായി നിന്നിട്ടുണ്ട് ഇവർ. യേശുവിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഇവർ. സ്തോത്രം. ഹല്ലേലൂയ. അവർ ഓടി ഒളിച്ചിട്ടുണ്ട്. വാതിൽ അടച്ചകത്തിരിക്കുകയായിരുന്നു യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടപ്പോഴും. അങ്ങനെ ഭീരുക്കളായ ഈ ശിഷ്യന്മാർക്കാണ് ഈ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവർ വളരെ വലിയ ധൈര്യശാലികളായി മാറിയിരിക്കുന്നു. അവർ വിശ്വാസത്തിൽ ശക്തരായി തീർന്നിരിക്കുന്നു. അവർ സമൂഹത്തെ ധൈര്യത്തോടെ അഡ്രസ് ചെയ്യുകയാണ് ഇവിടെ. സ്തോത്രം. എന്താണ് ഇവർക്ക് ഭവിച്ചത്? എന്താണ് ഇവർ ഇങ്ങനെ ഈ വിധം ഇവർക്കൊരു മാറ്റം വരാൻ കാരണം എന്താണ്? ഇവരുടെ വിശ്വാസം എങ്ങനെയാണ് ഈ വിധം വർദ്ധിച്ചത്? സ്തോത്രം. ഇന്ന് പകൽ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ആ ഒരു ചിന്തയാണ്. ശിഷ്യന്മാർക്ക് വന്ന ഈ മാറ്റം നമ്മുടെ വിശ്വാസത്തെയും വർദ്ധിപ്പിക്കാനുള്ള ഒരു ദൈവിക ആലോചനയായി ഞാൻ കണ്ട് നിങ്ങളോട് പങ്കുവെക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. നോക്കൂ, ഇവരുടെ പഴയ കാലത്തിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. യേശുവും ഈ ശിഷ്യന്മാരും കൂടെ നടന്നുപോയ വഴികൾ, യേശുവിന്റെ കൂടെ ഇവര് സഞ്ചരിച്ച ജീവിത വഴികളിലേക്കൊക്കെ നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആ പാലസ്തീന്റെ പച്ചമണ്ണിലേക്ക് ഒന്ന് മനസ്സൊന്ന് കൊണ്ടുപോയി നോക്കിക്കേ. യേശുവും കൂടെ ഈ 12 ശിഷ്യന്മാരും അവരിങ്ങനെ യേശുവിന്റെ പിന്നാലെ നടക്കുക, അല്ലേ? സ്തോത്രം. യേശുവിന്റെ ഒപ്പം നടന്ന മനുഷ്യര്, യേശു ചെയ്ത അത്ഭുതം എല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ട് ഇവര്, അല്ലേ? സ്തോത്രം. അത്ഭുതങ്ങള്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ആ അപ്പത്തിന്റെ കൊട്ട ചുമന്ന് കൊണ്ടുപോയവർ ഇവരാണ്, അല്ലെ? സ്തോത്രം. യേശു കുരുടരെ സൗഖ്യമാക്കുന്നത്, മുടന്തരെ എഴുന്നേൽപ്പിക്കുന്നത്, കുഷ്ഠരോഗികളെ തൊട്ട് ശുദ്ധരാക്കുന്നത് എല്ലാം ഇവർ കണ്ണുകൊണ്ട് കണ്ടതാ, ഇവർ ചെവി കൊണ്ട് കേട്ടതാ, അല്ലെ? ചിലതെല്ലാം ചില അത്ഭുതങ്ങളിൽ ഇവരുടെ കൈകൾ തൊട്ടതാ. ഇപ്പൊ അപ്പമൊക്കെ ഇവർ തൊട്ടതാ. അങ്ങനെ ഇവർ കർത്താവിൽ നിന്ന് നേരിട്ട് കണ്ടും കേട്ടും അനുഭവം. നമ്മളെ പോലെയല്ല, നമ്മൾ ആത്മാവിലെ ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടുള്ളൂ, അല്ലെ? അദൃശ്യ സാന്നിധ്യത്തെയാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷെ അവർ അക്ഷരീകമായ ക്രിസ്തുവിന്റെ കൂടെ നടന്നവരാ, അക്ഷരീകമായി കർത്താവിന്റെ സാന്നിധ്യത്തെ അനുഭവിച്ചവരാ. സ്തോത്രം. അതെല്ലാം നേരിട്ട് ഈ 3.5 വർഷം കൊണ്ട് എന്തെല്ലാം അത്ഭുതം എഴുതിയിരിക്കുന്ന യോഹന്നാൻ പറഞ്ഞത്, അവൻ ചെയ്തതെല്ലാം കൂടെ എഴുതാൻ പോയാൽ ലോകത്തിലെ പുസ്തകങ്ങൾ തികയാതെ വരും. അത്രമേൽ അവൻ ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവൻ സാക്ഷികൾ ആര്? ഈ അപ്പോസ്തലന്മാര്. സ്തോത്രം. പക്ഷെ എങ്കിലും ഇവരുടെ തുടക്കകാലത്ത് ഇവരുടെ വിശ്വാസം, ഉറച്ച വിശ്വാസമൊന്നും ആയിരുന്നില്ല. ഇതെല്ലാം കണ്ടപ്പോഴും അവരുടെ വിശ്വാസം ഉറച്ച വിശ്വാസം ആയിരുന്നില്ല. സ്തോത്രം. യേശുവിനൊപ്പം അവർ നടന്നെന്നാൽ പലപ്പോഴും വിശ്വാസത്തിൽ അവരെന്ത് ചെയ്തു? പരാജയപ്പെട്ടു പോയി. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും ഒക്കെ വന്ന ഈ ശിഷ്യന്മാരെ കുറിച്ച് യേശു അവരെ നോക്കി പറഞ്ഞ പല വാക്കുകളും നമ്മളെ അതിശയിപ്പിച്ച് കളയും. നമ്മൾ വിചാരിക്കും നമ്മളെങ്ങാനും ആയിരുന്നു ആ കാലഘട്ടത്തിലെങ്കിൽ ഇങ്ങനെ പറ്റുകയില്ലായിരുന്നെന്നാണ് നമ്മുടെ വിചാരം. നമ്മളായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സ്തോത്രം. ഇവരെ കുറിച്ച് കർത്താവ് പറഞ്ഞതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മത്തായി സുവിശേഷം 8:26 നമ്മൾ കാണുന്നത് എന്താ? യേശു അവരോട് പറയും, അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. സ്തോത്രം. യേശു ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യവേ വലിയൊരു പ്രതികൂല കാറ്റ് വന്ന് ആ പടകിനെ മുക്കാറാക്കിയ നേരത്ത് നിലവിളിച്ച് കരഞ്ഞ് യേശുവിനെ ഉണർത്തിയ നേരത്തെ യേശു അവരോട് പറഞ്ഞതാ, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? അപ്പൊ ഇവര് വിശ്വാസത്തിന് കുറവാ, ഭീരുക്കളുമാണ്, അല്ലെ? സ്തോത്രം. നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? കാരണം ഇവർക്ക് ഇതിനു മുൻപ് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് യേശു കൂടെ ഇല്ലായിരുന്നു. ഇവർ ഒറ്റയ്ക്ക് പോയപ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിന്റെ മുകളിലൂടെ യേശു നടന്നു വന്ന് ഈ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ഇവരെ തീരത്ത് എത്തിച്ചതാ. പക്ഷെ എന്നിട്ട് വീണ്ടും ഒരു അനുഭവം അതേ കാര്യം ഉണ്ടായപ്പോൾ യേശു പടകിൽ ഉണ്ടായിരുന്നിട്ട് കൂടി ഇവരാകെ ആകുലചിത്തരായിട്ട് പറഞ്ഞു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞിട്ട് യേശുവിനെ തട്ടി ഉണർത്തുക. യേശു എഴുന്നേറ്റിട്ട് ചോദിച്ചു, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? സ്തോത്രം. മത്തായി സുവിശേഷം 16:8 നമ്മൾ വായിക്കുന്നത് അത് അറിഞ്ഞിട്ട് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരികയാൽ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത്? സ്തോത്രം. യേശു അപ്പോ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം യേശു ശിഷ്യന്മാരും കൂടെ മുമ്പോട്ട് പോകുന്ന നിലയിൽ
യേശു ഈ പരീശന്മാരുടെ ഉപദേശത്തെ കുറിച്ച് പറഞ്ഞു. യേശു പറഞ്ഞു പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഉടനെ ഈ പുളിച്ച മാവിനെ കുറിച്ചൊക്കെ കേട്ടപ്പോ ഇവര് വിചാരിച്ചു ബാക്കി ഉണ്ടായിരുന്ന അപ്പം എടുക്കാതെ വന്നതിനെ പേര് എന്തോ പറഞ്ഞതാണ്. ഉടനെ യേശു ചോദിക്കുക, നിങ്ങൾ ഇപ്പോഴും ഈ അപ്പത്തിന്റെ പുറകെയാണോ? സ്തോത്ര, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തമ്മിൽ പറയുന്നത്? പിന്നെ അവരോട് ചോദിക്കുക, നിങ്ങൾ എന്താ ഇങ്ങനെ ഈ വിശ്വാസം ഇല്ലാത്തവരായത് എന്ന് ചോദിക്കുക. മത്തായി സുവിശേഷം 17-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ അവിടെ നാം കാണുന്ന അവൻ അവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. എന്താ ഇതിന്റെ അർത്ഥം? എന്താ സാഹചര്യം? യേശു കർത്താവും പത്രോസും യോഹന്നാനും കൂടെ എന്ത് ചെയ്തു? യാക്കോബും കൂടെ മറുരൂപ മലയിലേക്ക് കയറിപ്പോയി. അവിടെ പോയി യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബാക്കി ശിഷ്യന്മാർ താഴെ ഉണ്ടായിരുന്നു. യേശു ഇവരെ അതിനു മുമ്പൊക്കെ എന്ത് ചെയ്തതാണ്? ഈ രണ്ട് പേരെ സുവിശേഷത്തിന് വേണ്ടി ദേശത്തേക്ക് അയക്കുകയും അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അധികാരത്തിന്റെ വെളിച്ചത്തിൽ ഈ ശിഷ്യന്മാര് താഴെ ഇരിക്കുമ്പോൾ ഒരു അപ്പൻ തന്റെ മകന് ഒരു ചന്ദ്രരോഗം പിടിപ്പെട്ട തന്റെ കൊച്ചുമായി ഇവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എന്റെ മോൻ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടെന്ന് മാറ്റിത്തരണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ശിഷ്യന്മാര് അതിനുവേണ്ടി പരിശ്രമിച്ചു, അവർക്ക് നടന്നില്ല. യേശു ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മേളിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കാണുന്നത് താഴ്വരയിൽ വലിയൊരു കലഹമാണ്. ആൾക്കാരെല്ലാം ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന എന്തൊക്കെയോ സംസാരിക്കുന്നു. യേശു ചോദിച്ചു എന്താണ്? അപ്പോൾ ഈ അപ്പൻ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, എന്റെ ഒരു മോനുണ്ട്, ചന്ദ്രരോഗം പിടിപ്പെട്ട മോനാണ്. അവന് സൗഖ്യം വരേണ്ടതിന് വേണ്ടി ഞാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവരെ കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ നീ എന്ത് ചെയ്യണം? എന്റെ മോനെ ഒന്ന് സൗഖ്യമാക്കണമെന്ന് സ്തോത്രം പറയാനിടയായി തീർന്നു. അപ്പോൾ അങ്ങനെ യേശു എന്ത് ചെയ്തു? നിന്നാൽ വന്നെങ്കിലും കഴിയുമെങ്കിലല്ല, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞിട്ട് ആ മകന് സൗഖ്യം കൊടുത്തു. അല്ലെ സ്തോത്രം. മോൻ എന്തെന്ന് ദുരാത്മാവ് വിട്ടുപോയി, ആ മകന് സൗഖ്യം ലഭിച്ചു. അതെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് യേശു ശിഷ്യന്മാർ ഇരിക്കുമ്പോ ഈ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ പോയി ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് എന്താ ഇത് പറ്റാതെ? അല്ലെ സ്തോത്ര, കർത്താവേ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് പറ്റിയില്ല? അപ്പോഴാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് അത്രേ ഇത് സാധിക്കാതിരുന്നത്. സ്തോത്ര. അവിടെ കർത്താവ് അവരെ കുറിച്ച് പറയുകയാണ്. മർക്കോസ് സുവിശേഷം 16:14 നമ്മൾ കാണുന്ന കാഴ്ച എന്താ അറിയാമോ? സ്തോത്ര. അവിടെ വായിക്കുന്നു, പിന്നത്തേതിൽ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. നിങ്ങൾ നോക്കിക്കേ, സ്തോത്ര, ജീവിച്ചിരുന്നപ്പോ കർത്താവിന്റെ അത്ഭുതം കണ്ട ഈ ശിഷ്യന്മാര് സ്തോത്ര അന്ന് വിശ്വസിച്ചില്ല. അത് കഴിഞ്ഞ് വെച്ചിട്ട് യേശു ജീവിച്ചിരിക്കുമ്പോ തന്നെ പറഞ്ഞതാണ്, ഞാൻ മരിക്കും, അടക്കപ്പെടും, പക്ഷെ 3-ാം നാള് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഇവരോട് പറഞ്ഞതാ. പക്ഷെ ഇവരാരും അതിനെയൊന്നും കൈക്കൊണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവര് ഈ യഹൂദന്മാരെ പേടിച്ച് മുറിക്കകത്തിരിക്കുമ്പോഴാണ് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ മഗ്ദലക്കാരത്തി മറിയയും മറ്റ് സഹോദരിമാരും കൂടെ കല്ലറയ്ക്കൽ ചെല്ലുന്നതും കല്ലറ തുറന്നു കിടക്കുന്നതും യേശു അവിടെ ഇല്ല എന്ന വാർത്തയും അറിയുന്നത്. അങ്ങനെ അവർ ഓടി ശിഷ്യന്മാരോട് പോയി പറയുന്നു. അങ്ങനെ പത്രോസും യോഹന്നാനും വന്ന് കണ്ടിട്ടുണ്ട്. പിന്നീട് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് യേശു പ്രത്യക്ഷനായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന വിവരം എന്റെ ശിഷ്യന്മാരെ പോയി അറിയിപ്പി എന്ന് പറഞ്ഞ് അവളും ഒന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ കണ്ടവരും പറഞ്ഞവരൊക്കെ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞെങ്കിലും ഈ ശിഷ്യന്മാര് വിശ്വസിച്ചില്ല. ഇവര് വിശ്വസിച്ചില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല. മരിച്ചയാൾ ഉയർത്തെഴുന്നേക്കും? ഇല്ല. അത് ആരെങ്കിലും എടുത്തോണ്ട് പോയതായിരിക്കും, അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അവര് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്, ചിലപ്പോഴൊക്കെ നമ്മളും ഇങ്ങനെയാണ്. എന്തെല്ലാം കണ്ടാലും എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായാലും സ്തോത്രം, എന്തെല്ലാം ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വന്നാലും ശരി, നമ്മുടെ ചില ജീവിത സാഹചര്യത്തിന്റെ മുമ്പിൽ നമ്മൾ ഇവരെ പോലെ അവിശ്വസ്തരായി അവിശ്വാസികളായി മാറാറുണ്ട്, അല്പവിശ്വാസികളായി മാറാറുണ്ട്. യേശു അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. മർക്കോസ് 4:40 നമ്മൾ നേരത്തെ ചിന്തിച്ച ചിന്തയാണ്. പക്ഷെ അവിടെ പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭീരുക്കളാകുന്നത്? സ്തോത്രം. എന്ന് ചോദിക്കാം, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. അവർ കടലിലൂടെ യാത്ര ചെയ്യവേ ഉണ്ടായ പ്രശ്നമാണ്. കടൽ തിരമാലകൾ ഉയർന്നു വന്നത് കൊടുങ്കാറ്റ് വീശിയപ്പോഴുമാണ്. യേശു അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? സ്തോത്രം. ഇന്ന് പകൽ ഇത് ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരോടുമുള്ള യേശുവിന്റെ ചോദ്യമായി ഞാൻ മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ?
സ്തോത്രം. ഇതുവരെ ജീവിതാനുഭവങ്ങൾ ഉണ്ടായവരെ, ദൈവം എത്രയോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മെ ഉദ്ധരിച്ചു. എത്രയോ ദൈവപ്രവർത്തികൾ നമ്മുടെ കണ്ണാലെ കണ്ടു, നാം അനുഭവിച്ചു. ദൈവത്തിന്റെ വിടുതലുകൾ നമ്മൾ പ്രാപിച്ചു. സ്തോത്രം. ഒരിക്കലും നടക്കില്ലെന്ന്, ഒരിക്കലും സാധിക്കില്ലെന്ന്, ഒരിക്കലും ഉണ്ടാകില്ലെന്ന് ഞാനും നിങ്ങളും കരുതിയതും വിധിയെഴുതിയതുമായ എത്രയോ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ അത്യുന്നതനായ ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി നമ്മെ രക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ മേൽ അടിച്ചുയരുന്ന കൊടുങ്കാറ്റിന്റെ മുഴുവിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്നത്? യേശു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? ഹലോ, വിശ്വാസമുണ്ടോ? ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ? സ്തോത്രം. കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന, തിരമാലകളെ അമർച്ച ചെയ്യുന്ന, എല്ലാത്തിന്റെ മീതെ നടകൊള്ളുന്ന, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്യുന്നത ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എന്തിന് നമ്മുടെ ജീവിതത്തിന്റെ നേരെ ഉയരുന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ നീ തളർന്നു നിൽക്കുന്നു? എന്തിന് നീ ഭയപ്പെട്ട് നിൽക്കുന്നു? ഹല്ലേലൂയ, സ്തോത്രം. യേശു ചോദിക്കുക, നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? സത്യത്തിൽ ഞാൻ ഈ ഭാഗമാണ്, ഈ ഒരു വാക്യമാണ് എന്നെ കഴിഞ്ഞ ആഴ്ച സ്ട്രൈക്ക് ചെയ്തത്. എൻ്റെ ഉള്ളത്തിൽ ഭയങ്കരമായി എന്നെ തന്നെ ഒന്ന് കുത്തിയ ഒരു വാക്യമാണ്. നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്നാണ്. ഇപ്പോഴെനിക്ക് തോന്നി, വിശ്വാസത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന നമുക്ക് ഈ ഭാഗം ഒരു വലിയ പ്രത്യാശയാണ്. കാരണം ഇനിയും നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുമെന്നും വിശ്വാസത്തിൽ വളരാൻ ഇനിയും നമുക്ക് അവസരം ഉണ്ടാകുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്യം. കാരണം ഇതുപോലെ പരാജയപ്പെട്ടു പോയ ശിഷ്യഗണമാണ്. യേശു അവരോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വാസം ഇപ്പോഴും ആയില്ലേ? നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ? നിങ്ങളുടെ അല്പവിശ്വാസമല്ലേ വിടുതലിന് തടസ്സം എന്നെല്ലാം യേശു ആവർത്തിച്ച് ചോദിച്ചവരെ ശാസിച്ചതാണ്. ആ ശാസന കേട്ട ശിഷ്യന്മാരാണ് നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിൽ നല്ല വിശ്വാസ വീരന്മാരായി അധികാരവർഗത്തിന്റെ മുൻപിൽ, വെല്ലുവിളിച്ചവരുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നത്, ഞങ്ങളുടെ ശക്തിയല്ല, ഞങ്ങളുടെ കഴിവല്ല, അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ തന്നെ ഇവൻ നടക്കുമാറായി എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയത്തക്ക വിധം അവർ വിശ്വാസത്തിൽ തികഞ്ഞവരായി തീരുന്നത്. സ്തോത്രം. അങ്ങനെ അവർക്കൊരു മാറ്റം ഭവിച്ചെങ്കിൽ ഇന്ന് പകൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് വിളിച്ചു പറയാനുള്ളത് അത് തന്നെയാണ്. ഇന്ന് ഞാനും നിങ്ങളും പല കാര്യത്തിലും വിശ്വാസത്തിൽ പതറിപ്പോയിട്ടുണ്ടാകാം, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയിട്ടുണ്ടാകാം, വിശ്വാസത്തിൽ ഭീരുക്കളായി പോയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് പകൽ ദൈവം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിൽ ഒരു സ്ഥിരത നമുക്ക് വരുത്താൻ ആഗ്രഹിക്കുന്നു. ദൈവവിശ്വാസത്തിൽ നാം വേരൂന്നി വളരേണ്ടതിന് ദൈവം നമ്മെ പണിയാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ പറയോ, എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ, എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ, എന്റെ വിശ്വാസത്തിൽ ഒന്ന് നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് വിളിച്ചു പറയാൻ മനസ്സുള്ളവർ ഇന്ന് പകൽ പ്രാർത്ഥിക്കുക. ദൈവമേ, എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഫെയ്ത്ത് ഈസ് എ ജേർണി നോട്ട് എ മൊമെന്റ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു നിമിഷമല്ല, അതൊരു യാത്രയാണ്. ഒരൊറ്റ സമയത്ത് സംഭവിക്കുന്ന ഒരു അവസ്ഥയല്ല വിശ്വാസം. വിശ്വാസത്തിനൊരു ഒരു യാത്രയുണ്ട്, ഒരു വളർച്ചയുണ്ട്. അതിങ്ങനെ ക്രമാനുഗതമായി അത് വളർച്ചയിലേക്ക് എത്തണം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിനൊരു വളർച്ചയുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലകളെക്കാൾ അധികം ഒരു വിശ്വാസം നമ്മുടെ അകത്ത് കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. ശിഷ്യന്മാരെ യേശു പലപ്പോഴും വാൺ ചെയ്യുന്നുണ്ട്. ജീസസ് വാണ്ടത്. സ്തോത്രം. എന്തിനു വേണ്ടിയാണ്? ഒരിക്കലും ഷെയിം ആകാൻ വേണ്ടിയല്ല, പിന്നെയോ ഷെയ്പ്പ് ആകാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. അവരെല്ലാം ശാസിച്ചത് ഹല്ലേലൂയ ദൈവം അവരോട് പറയുക, നിങ്ങൾ ലജ്ജിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ രൂപാന്തരപ്പെടണമെന്നാണ് കർത്താവ് പറഞ്ഞത്. അവരുടെ ദുർബലമായ വിശ്വാസം കണ്ടിട്ട് യേശു അവരെ തള്ളിക്കളഞ്ഞില്ല, മറിച്ച് അവരെ പരിശീലിപ്പിച്ചു. ഒരു നല്ല അധ്യാപകനാണെങ്കിൽ ചെയ്യുന്ന കാര്യം എന്താ?
തന്റെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റുമ്പോൾ ചെയ്യുന്നത് അധ്യാപകന്മാർ ഉടനെ അതിനെ വടിയെടുത്ത് 4 തല്ല് തല്ലി അതിനെ തള്ളിക്കളയലല്ല. പിന്നെയോ സ്തോത്രം, നല്ലൊരു അധ്യാപകനാണെങ്കിൽ തന്റെ വിദ്യാർത്ഥിയെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അതിന്റെ തെറ്റുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ തിരുത്തുന്നവരായിരിക്കും അധ്യാപകൻ. എന്ന് പറഞ്ഞതുപോലെ ഈ നല്ല ഗുരു, ഉത്തമ ഗുരുവായ നമ്മുടെ കർത്താവ് ചെയ്തത് അവർ വിശ്വസിച്ചില്ല. ഇതെല്ലാം കണ്ടിട്ടും വിശ്വസിച്ചിട്ടില്ല. ഇവന്മാർ ഇത്രയെല്ലാം കണ്ടിട്ടും ഇവന്മാർ വിശ്വസിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഇതുകളെല്ലാം കളഞ്ഞേക്കാന്ന് പറഞ്ഞ് കർത്താവ് തള്ളിക്കളഞ്ഞില്ല. പിന്നെയോ സ്തോത്രം, അവരെ കൂടെ നിർത്തി അവരെ വിശ്വാസത്തിൽ പിന്നെയും വളർത്തുവാൻ അവരെ പരിശീലിപ്പിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഹല്ലേലൂയ. വിശ്വാസം വേരൂന്നണം. Faith that is rooted, സ്തോത്രം, not shallow. നമ്മൾ ഒരിക്കലും വിശ്വാസത്തിൽ സ്തോത്രം തളരുകയല്ല, നാം അതിൽ വേരൂന്നി വളരുകയാണ് ആവശ്യമെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. സ്തോത്രം. യേശു വിശ്വാസത്തിൽ വേരൂന്നുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങി പോകുകയും ചെയ്യുന്നു. സ്തോത്രം. വിശ്വാസത്തിന്റെ ഒരു അളവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞതാ. സ്തോത്രം. ചില ആളുകളുണ്ട്, അവര് പാറമേൽ സ്തോത്രം വീണ വിത്തിനെ സ്വീകരിക്കുന്നവരെ പോലെയാണ്. കേൾക്കുമ്പോൾ സന്തോഷത്തോടെ വചനം കൊള്ളും. ഓ ശരിയാണ്, സ്തോത്രം, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞവർ വചനം ഉൾക്കൊള്ളും, ആമേൻ എന്നൊക്കെ പറഞ്ഞ് ഏറ്റെടുക്കും. പക്ഷെയോ സ്തോത്രം, വെയില് തട്ടുമ്പോൾ എന്താ സംഭവിക്കുക? സ്തോത്രം, വാടിപ്പോകും. കാരണം പാറമേലാണ്. എന്താ കാര്യം? വേരില്ലായകയാൽ. പാറയുടെ പുറത്തുള്ള അല്പം മണ്ണിലായിരിക്കും ഇത് കിളിർത്തിട്ടുണ്ടാകുക. പാറയായതുകൊണ്ട് വേരിതിന് ആഴത്തിൽ ഇറക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ വെയില് തട്ടുമ്പോൾ സ്തോത്രം ഇത് വാടിപ്പോകും. ഇതുപോലെയാണ് പല വിശ്വാസികളും. സ്തോത്രം, കേൾക്കുമ്പോൾ ഭയങ്കര വിശ്വാസമാ, പറയുമ്പോൾ വലിയ വിശ്വാസമാ, പക്ഷെ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോൾ ആടി ഉലയും, വാടിക്കുഴയും. സ്തോത്രം, തളർന്ന് താളടിയാകും. ഉടനെ 4 ദിക്കുകളിലേക്ക് വിളിയായി. സ്തോത്രം, പിന്നെ ഭയങ്കര പരാതി പറച്ചിലായി. സ്തോത്രം, അല്ലെ, ദുഃഖം പറച്ചിലായി. എല്ലാമാണ്. ദൈവം എന്നെ ഓർത്തില്ല, എന്നെ അങ്ങനെ ആർത്തില്ല, ഇത്രയും കാലം ആരാധിച്ചതല്ലേ, പ്രാർത്ഥിച്ചതല്ലേ, എന്നെ ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, അല്ലേ? സ്തോത്രം. എന്തെല്ലാം പരാതികളാ ദൈവത്തോട്. സ്തോത്രം. ചിലര് പിന്നെ ലോകത്തിൽ ഒരു മനുഷ്യന് പിന്നെ സ്വസ്ഥത ഉണ്ടാകത്തില്ല. ചിലർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അല്ലേ? സ്തോത്രം. നാട് നീളെയാണ്. വിളിച്ച് 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 അതാണ് പ്രശ്നം, ഇത് പ്രശ്നമാണ്, അവിടെ പോരാട്ടമുണ്ട്, ഇവിടെ പ്രശ്നമുണ്ടോ. മൊത്തം ഒരു ചുമ വന്നതിന് എന്ത് പോരാട്ടം. സ്തോത്രം, അല്ലെ? അതിന് എന്ത് സ്തോത്രം, ശത്രുവിന്റെ പോര്. അത് ഒന്നെങ്കിൽ തല നന്നായി തോർത്തി കാണത്തില്ല, വെള്ളം ഇറങ്ങിയതായിരിക്കും കഫക്കെട്ടിന് കാരണം. സ്തോത്രം. പക്ഷെ നമ്മൾക്ക് ആകെ ആകുലതയാണ്. സ്തോത്രം, അല്ലേ? ഇത് മറ്റോ ഇത് വെച്ചതാണോ? ഇന്നലെ ഞാനും ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അപ്പോ പ്രാർത്ഥനയ്ക്ക് പോയപ്പോ ആ പ്രാർത്ഥന അവിടെ പ്രാർത്ഥിക്കാൻ പോയവരൊക്കെ അവരെ വിശ്വാസികളല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് 100 ആശങ്കയാണ് അവരുടെ പ്രശ്നത്തെ സംബന്ധിച്ച്. അസൂയാലുക്കളുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇനി അവരുടെ വല്ലോ കൂടോത്രോ അങ്ങനെ വല്ലോ ആണോ സംശയിക്കും. പിന്നെ വേറൊരാൾ ഇവിടുന്ന് തെറ്റിപ്പോയായിരുന്നു, അപ്പൊ അവരുടെ വല്ല പ്രശ്നം അതാണോ സംശയിക്കുന്നത്. പിന്നെ ഇതാണോ, അങ്ങനെ അവർക്ക് 100 ആശങ്കയാണ്. ഞാൻ അവരെ തെറ്റു പറയുന്നില്ല, കാരണം അവർ ലോക മനുഷ്യർ, അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ ദൈവമക്കളായ നമ്മൾ അങ്ങനെ ആകാവോ? വിശ്വാസത്തിൽ വേരൂന്നിയ ദൈവമക്കൾ അങ്ങനെയാണോ വേണ്ടത്? ഹലോ, സ്തോത്രം. കേട്ട പാതി കേൾക്കാത്ത പാതി, അതാണോ ഇതാണോ, അല്ലേ? സ്തോത്രം. ആകെ സംശയത്തിലാണ്. യേശു പറയുക, വെയിൽ തട്ടുമ്പോൾ ഇതെല്ലാം. എന്തായാലും എത്ര പേർ പറയും, കർത്താവേ എനിക്ക് അങ്ങനെയല്ല, എനിക്കൊരു വേരൂന്നിയ വിശ്വാസം വേണം, ഒരു വേരൂന്നിയ വിശ്വാസം എനിക്ക് വേണമെന്ന് ദൈവത്തോട് പറയാം. സ്തോത്രം. കുറച്ചു കാലത്തേക്ക് വിശ്വസിക്കും, എന്നാൽ പരീക്ഷ വരുമ്പോൾ വീണ് പോകും. കൊടുങ്കാറ്റിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയത്തില്ല. സ്തോത്രം. എന്നാൽ നോക്കി, ശിഷ്യന്മാരുടെ വിശ്വാസം ശക്തിപ്പെടുകയാണ്, അല്ലേ? സ്തോത്രം. ഒരു കാലത്ത് അവർ ഭീരുക്കളായിരുന്നു, ഓടിപ്പോയവരാണ്. ഒരു സ്ത്രീ യേശുവിനെ കുറിച്ച് പത്രോസിനോട് ചോദിച്ചതാണ്. എന്താ ചോദിച്ചത്? നീ ആ കൂട്ടത്തിലുള്ളവരല്ലേ, അല്ലേ? ഉടനെ പത്രോസ്, എനിക്ക് അറിയത്തു പോലും ഇല്ല,
നീ പറയുന്നത് എന്തെന്ന് എനിക്ക് തിരിയുന്നില്ല, നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഉടനെ പിന്നെ കണ്ടപ്പോ നീ ഗലീലക്കാരനാ, നിന്റെ ഭാഷ കേട്ടാൽ അറിയാം. അവൻ പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് അവളെ പ്രാഗിക്കൊണ്ട് ഒറ്റ ഓട്ടോ അല്ലേ. അതെല്ലാം കൂടി ഇട്ടേച്ച് നോക്കിക്കേ, ഇത്രേ ഉണ്ടായിരുന്നുള്ള അവരുടെ വിശ്വാസം. തൊട്ട് മുമ്പേ അവൻ പറഞ്ഞതെന്താണെന്നറിയോ? നമ്മളെ പോലെ പറഞ്ഞതാ, കർത്താവേ ഇവരെല്ലാം പോയാൽ ഞാൻ പോവുക, ആര് നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ പോത്തില്ല എന്ന് പറഞ്ഞവനാ. അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞത്, നീ വെറുതെ ഇമാതിരി വലിയ വർത്താനം ഒന്നും പറയണ്ട, കൊച്ചുവായിൽ വലിയ വർത്താനം പറയണ്ട. നമ്മൾ പിള്ളേരോട് പറയത്തില്ല, കൊച്ചുവായിൽ ഇമാതിരി വലിയ വർത്താനം ഒന്നും പറയരുത്. ആ കോഴി കൂകുന്നതിന് മുമ്പ് 3 വട്ടം നീ എന്നെ. മൂന്ന് വട്ടം പറഞ്ഞു. കർത്താവ് 3 വട്ടം എന്ന് പറഞ്ഞുകൊണ്ടാന്ന് തോന്നി 3 വട്ടം, അല്ലെങ്കിൽ അവന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. സ്തോത്രം. ഒടുവിൽ അവൻ ദുഃഖിച്ചു കാരണം ഇങ്ങനെ ഒരു ഭീരുവായിരുന്നു പത്രോസ്. സ്തോത്രം. യേശുവിന്റെ ഈ കല്ലറയിലെ അടുക്കലേക്കൊക്കെ ചെല്ലുമ്പം രസമാണ്. അവൻ ഓടി ആദ്യം ചെന്നത് അവനാ, പക്ഷെ അകത്തേക്ക് അവൻ കയറി. യോഹന്നാന്റെ പത്രോസ് ആണോ? പിന്നെ തിരിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരെ അവരുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ടു. എന്നേച്ചിട്ട് പോകാൻ പറഞ്ഞു, ഇനിയിപ്പോ എന്നാ വേല, പഴയ പണിക്ക് വല്ലതും പോവാം. തിരിച്ചു പോയവനാ. പക്ഷെ കർത്താവ് അവനെ വിട്ടില്ല, കർത്താവ് അവനെ തള്ളി കളഞ്ഞില്ല. പിന്നെയും വന്നേച്ചിട്ട് ചേർത്ത് പിടിച്ച് വെച്ചിട്ട് എല്ലാത്തിനെയും കൂടെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി വെച്ച് പറഞ്ഞു, എടാ ഇവിടെ ഇരിക്കും, കുറച്ച് ദിവസമെങ്കിലും ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ ഇവിടെ ഇരിപ്പിനെന്ന് അവരോട് പറഞ്ഞു. സ്തോത്രം. അങ്ങനെയാണ് പത്രോസിന് മാറ്റം ഉണ്ടാകുന്നത് അല്ലേ. സ്തോത്രം. ഞാൻ പറയുന്നു എന്റെ അതാണ് പത്രോസ് പറയുന്നത്, നിങ്ങൾ എന്തിനാ എന്നെ ആശ്ചര്യപ്പെടുന്നത്? പത്രോസിനെ തന്നെ നോക്കി ഒരു അത്ഭുതത്തോടെ ആയിരിക്കും പറഞ്ഞത് അല്ലേ. നിങ്ങൾ ആലോചിച്ചു, പത്രോസ് ഈ അത്ഭുതമൊക്കെ നടന്നതിന് ശേഷമേ ഈ ആൾക്കാരെല്ലാം ഓടിക്കൂടുമ്പോ പത്രോസിനെ തന്നെ ഒന്ന് തട്ടി നോക്കി കാണും, ഇത് ഞാൻ തന്നെ അല്ലേ സംഭവം. കാരണം എന്താ, ഇതിന് മുമ്പായിരുന്നെങ്കിൽ എന്തായാലേ ഓടേണ്ട അവസരം കഴിഞ്ഞു അല്ലേ. ഉടനെ പോയി പിടിക്കാൻ പോയിട്ട് ആ വഴിക്ക് പോവുകയല്ല. ഇതെല്ലാം സംഭവിക്കുകയും ചെയ്തു. ആത്മാവങ്ങ് പറഞ്ഞു, അതങ്ങ് സംഭവിക്കുകയും ചെയ്തു. ആൾക്കാരെല്ലാം ഓടിക്കൂടി ഇങ്ങനെ നിൽക്കുമ്പോ പത്രോസിന് തന്നെ സംശയം, ഞാൻ തന്നെയാണോ, സ്വപ്നത്തിൽ വല്ലതും ആണോ അല്ലേ. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, നിങ്ങൾ എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? എന്നെ എന്തിനാ നിങ്ങൾ ഇത് അതൊരു അതിശയകാര്യം നടന്നിരുന്നത്? നിങ്ങൾ എന്നോട് ഞാനെന്തോ ചെയ്ത പോലെയാണല്ലോ നിങ്ങൾ എന്നെ നോക്കുന്നത്. ഇത് എന്റെ കഴിവല്ല, അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താലാണ് ഇത് സംഭവിച്ചു. സ്തോത്രം. നോട്ട് സെൽഫ് കോൺഫിഡൻസ്. ഇതെന്റെ സ്വന്തം ആ ധൈര്യത്തിന്റെ പുറത്തല്ല, ഇത് പീറ്ററിന്റെ എബിലിറ്റി അല്ല. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, only faith in Jesus name. യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസമാണ് ഇത് സംഭവിക്കാൻ കാരണമായി തീർന്നത്. ഹല്ലേലൂയ. നമുക്ക് ഭക്തന്മാരുടെ ജീവിതം എടുത്തു നോക്കി, അബ്രഹാമിന്റെ ജീവിതം എടുത്തു നോക്ക്. സ്തോത്രം. അവൻ യേശുവിനെ അറിഞ്ഞ കാലം തൊട്ടേ, ദൈവത്തെ അറിഞ്ഞ കാലം തൊട്ടേ അവൻ അങ്ങ് വിശ്വാസത്തിൽ തികഞ്ഞവനായിരുന്നോ? അല്ല. അബ്രഹാമിന്റെ വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വഴികളിൽ വിശ്വാസത്തിൽ അവൻ ഇടറിപ്പോയിട്ടുണ്ട് അല്ലെ. സ്തോത്രം. വാഗ്ദത്തത്തിൽ അവൻ അവിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ അവനെ കുറിച്ച് റോമാലേഖനം 4:20 വായിക്കുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താ? അതൊരു നിരന്തരമായ പ്രോസസ്സാണ്. വിശ്വാസത്തിൽ അവൻ ശക്തിപ്പെട്ടു വന്നുകൊണ്ടിരുന്നു. തുടക്കത്തിൽ പലപ്പോഴും ഇടറിയെങ്കിലും അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ദൈവം വീണ്ടും 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 അവനോട് ഇടപെട്ടുകൊണ്ടിരുന്നപ്പോൾ, വീണ്ടും വീണ്ടും വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, വീണ്ടും വീണ്ടും പ്രാർത്ഥനയിൽ തുടർന്നപ്പോൾ, വീണ്ടും വീണ്ടും ആരാധനയിൽ തുടർന്നപ്പോൾ അവന്റെ വിശ്വാസം അകത്ത് വളർന്നു വളർന്നു വളർന്ന് ഒടുവിൽ അവൻ വിശ്വാസത്തിൽ ഉറപ്പുള്ളവനായി തീർന്നതുപോലെ ദൈവം നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ഈ വഴികളിലൂടെ കടത്തിവിടുകയാണ്. ഓരോ കൊടുങ്കാറ്റും നമ്മുടെ വിശ്വാസത്തിന്റെ ആ ഉറപ്പിനെ ദൈവ ശോധന ചെയ്യുന്ന ശോധനയുടെ നേരങ്ങളാണ്. ഓരോ പ്രതികൂലങ്ങളും നമ്മുടെ വിശ്വാസം എത്രമേ ആഴത്തിൽ ഉള്ളതെന്ന് നമ്മെ ബോധ്യപ്പെടുത്താനുള്ള ദൈവത്തിന്റെ പരിശോധനകളാണ്. ഇന്ന് പകൽ സ്തോത്രം, ദൈവം ആ ശോധനയിൽ കൂടെ നമ്മളോട് വെളിപ്പെടുത്തി പറയുന്ന കാര്യം,
നമ്മുടെ വിശ്വാസം എത്ര ഉണ്ടെന്നാ? ആണോ? ഹലോ, കേൾക്കുന്നില്ലേ നിങ്ങൾ? He strengthened in faith. വിശ്വാസത്താൽ അവൻ ശക്തിപ്പെട്ടു. സ്തോത്രം. കാലതാമസങ്ങൾക്ക് തന്റെ വിശ്വാസത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. കാത്തിരിപ്പ് തന്റെ വിശ്വാസത്തെ ആഴമുള്ളതാക്കി മാറ്റുന്നതായി കാണാൻ വേണ്ടി കഴിഞ്ഞു. ഗിദെയോനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗിദെയോ, സ്തോത്രം, അല്ലയോ പരാക്രമശാലിയേ എന്ന് ദൈവം വിളിച്ച ഗിദെയോൻ. സത്യത്തിൽ ഗിദെയോൻ എപ്പോഴെങ്ങനെയാണ്? ഒരു ഭീരുവാണ്, അല്ലേ? സ്തോത്രം. ആളുകൾ പേടിച്ചിട്ട് ഒളിച്ചിരുന്ന മനുഷ്യനാണ്. ഒരു ഒളിവിൽ ഇരിക്കുകയാണ്. സ്തോത്രം. മാത്രമാണോ ദൈവത്തെ ചോദ്യം ചെയ്തവൻ സംശയത്തോടെ. അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവൻ ചോദിക്കുക, ദൈവം കൂടെ ഉണ്ടെന്നോ? ഞങ്ങളുടെ കൂടെയോ? ദൈവം ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ? സ്തോത്രം. ദൈവം പ്രാർത്ഥന കേട്ടാൽ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? ഇവൻ ചോദിക്കുക. ദൈവത്തെ സംശയിച്ച് ചോദിച്ചവൻ. അത് കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞു, ശരി അങ്ങനെയൊക്കെ ആവട്ടെ, ഏതായാലും ഞാൻ നിന്നെ എന്ത് ചെയ്യാൻ പോവാ, ഇവർക്കെതിരെ ഉപയോഗിക്കാൻ പോകുമെന്നൊക്കെ പറഞ്ഞ് ദൈവനെ അഭിഷേകം ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഇവൻ പിന്നെയും സംശയം കൊണ്ട് ദൈവത്തോട് അടയാളം ചോദിച്ചുകൊണ്ടേയിരുന്നവൻ, അല്ലേ? സ്തോത്രം. ഓരോ കണ്ടീഷൻ. ഇത് നീയാണെങ്കിൽ ഇങ്ങനെ ആകട്ടെ, ഇത് നീയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കട്ടെ, അല്ലെ? ഞാൻ വിശദീകരിക്കുന്നില്ല. സ്തോത്രം. നമുക്കും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക്, ഞാനൊക്കെ പണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ദൈവം എന്നെ ശരിക്കും വിളിച്ചതാണെങ്കിൽ ദൈവം ഇങ്ങനെ പറയട്ടെ. ഈ ബൈബിൾ കോളേജിൽ പോകുന്നതിനൊക്കെ മുമ്പാ. അല്ലാതെ അതൊക്കെ അവരിങ്ങനെ ആ ഒരു വളഞ്ഞ വഴി കൂടെ പറഞ്ഞിട്ടുള്ളൂ. നേരിട്ട് എന്നോട് ദൈവം പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് പല സംശയങ്ങളിലൂടെ വെറുതെ ഞാനിങ്ങനെ ദൈവത്തെ സംശയിപ്പിച്ചിട്ട്, അപ്പൊ എന്റെ വിചാരം ദൈവം നേരിട്ട് പറയുകയാണല്ലോ, ഉഴപ്പി പോകാന്നുള്ള നിലയില്ല. ഇവിടെ കുറെ ഉഴപ്പന്മാരിരിക്കുന്നുണ്ട്. സ്തോത്രം. ഒന്നിനും ദൈവം വിടാൻ പോകുന്നില്ല. സ്തോത്രം. അപ്പോ അങ്ങനെ പറഞ്ഞ് അവസാനം ദൈവം നേരിട്ട് തന്നെ സംസാരിച്ചു. ദൈവത്തിന്റെ ഗിദെയോനുള്ള ബന്ധത്തിൽ നിങ്ങൾ നോക്കിക്കേ. അവൻ വിശ്വാസക്കുറവ് കൊണ്ടാണ് ഇതെല്ലാം പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ടു ദൈവം എന്നാ പിന്നെ ഇവ പോട്ടെ, വേറെ വല്ലവരും എടുക്കാന്ന് പറഞ്ഞ് പോയോ? ഇല്ല. ദൈവം കാത്തു നിൽക്കുകയാണ്. സ്തോത്രം. നിന്നെ തന്നെ എനിക്ക് വേണോടാ. സ്തോത്രം. നിന്നെ എനിക്ക് ഉപയോഗിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, എനിക്ക് നിന്നെ തന്നെ വേണം. നിന്നെ കൊണ്ടേ ഞാനത് ചെയ്യത്തുള്ളൂ, നിന്നെ കൊണ്ടേ ഞാനത് പ്രവർത്തിക്കത്തുള്ളൂ. ഇന്ന് നീ പരാജയത്തില്ല, ഇന്ന് നീ ഭയത്തില്ല, ഇന്ന് നീ നിരാശയില്ല. പക്ഷെ നിന്നെ ഞാൻ ശക്തിപ്പെടുത്തോ, നിന്നെ ഞാൻ പണിതെടുക്കോ, നിന്നെ ഞാൻ ഉപയോഗിക്കോ, നിന്നെ ഞാൻ കരങ്ങളിൽ എടുത്ത് പ്രയോജനപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് മകൻ ദൂത് വിളിച്ചു പറയുന്നു. എത്ര പേര് അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്? എത്ര പേര് അതിനോട് ആമേൻ പറയാൻ തയ്യാറാണ്? അങ്ങനെയുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ദൈവം നിന്നിലൂടെ ചെയ്യാൻ ആഗ്രഹിച്ച പദ്ധതികൾ മാറ്റിവെച്ചിട്ടില്ല. ദൈവം അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിന്നിലൂടെ അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. നിന്റെ വാഗ്ദത്തം നിന്നിലൂടെ ദൈവം നിവർത്തിക്കും. സ്തോത്രം. നിന്നിലൂടെ ചിലത് ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. ദൈവം അതിൽ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം അവനെ ക്ഷമയോടെ വളർത്തി. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്താം. സ്തോത്രം. വയ്യാത്ത മോനെ കൊണ്ട് വന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഒരു അപ്പൻ, അയാൾ വന്നപ്പോ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്, നിന്നെ വല്ലതും കഴിയുന്നില്ല. അപ്പോൾ കർത്താവ് അവനോട് തിരിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ്, ഹെൽപ്പ് മൈ അൺബിലീഫ്. ദൈവമേ എൻ്റെ അവിശ്വാസത്തെ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ നമ്മുടെ അതരത്തിൽ നിന്ന് ആ പ്രാർത്ഥന ഉയരണം. എൻ്റെ അവിശ്വാസത്തെ ക്ഷമിക്കുക കർത്താവേ. പലപ്പോഴും ഞാൻ സംശയിച്ചു പോയി, പലപ്പോഴും ഞാൻ പരാജയപ്പെട്ടു പോയി, പലപ്പോഴും ഞാൻ നിരാശപ്പെട്ടു പോയി, പലപ്പോഴും ഭീതി എന്നെ കർത്താവെ മൂടിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ, എന്നെ വിശ്വാസത്തിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഓ സ്തോത്രം. പെന്തക്കോസ്ത് അനുഭവത്തിന് മുൻപ് ആ ശിഷ്യന്മാരുടെ സ്ഥിതി എന്തായിരുന്നു നോക്ക്. അവർ ഭീരുക്കളായിരുന്നു, അവർ സംശയാലുക്കളായിരുന്നു, അവർ വിശ്വാസത്തിൽ ബലഹീനരായിരുന്നു. എന്നാൽ ഒരു പെന്തക്കോസ്ത് അനുഭവം അവർക്ക് വന്നു ചേർന്നപ്പോൾ അവർ ആള് മാറിയവരായി
രൂപാന്തരപ്പെടുവാനായി തീർന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നത് അതിലേക്കാണ്. എങ്ങനെയാണ് ഇവർ രൂപാന്തരപ്പെട്ടത്? എങ്ങനെയാണ് ഇവർക്ക് ഈ മാറ്റം ഭവിച്ചത്? എങ്ങനെയാണ് ഇവർ ഇത്ര ധൈര്യശാലികളായത്? അവർക്കൊരു പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായി. അവർ മാളിക മുറിയിൽ കാത്തിരുന്നു. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഉയരത്തിൽ നിന്നൊരു ശക്തി അവരുടെ മേൽ വെളിപ്പെട്ടു വന്നു. ആത്മസാന്നിധ്യം 120 പേരുടെ മേൽ പകരപ്പെട്ടപ്പോൾ അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായപ്പോൾ അവർ ആളുമാറിയവരായി തീർന്നു. അവർ ധൈര്യശാലികളായി. അവർ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അവർ ആത്മാവിൽ ശക്തിപ്പെട്ടു. അവർ അഭിഷേകത്തോടെ എഴുന്നേറ്റ് നിന്നു. അവരിലുള്ള ദൈവത്തിന്റെ മഹത്വങ്ങൾ വെളിപ്പെട്ടു തുടങ്ങി. അവർ അധികാരത്തോടെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. അവരുടെ നിഴലുകളിൽ പോലും ദൈവശക്തി വ്യാപരിച്ചു. അവരുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട വചനങ്ങൾ അതുപോലെ സംഭവിക്കുന്നതായി മാറി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതെ, ആത്മനിറവ് ഒരാളെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. അസാധാരണ മാറ്റങ്ങൾ ദൈവാത്മാവിന്റെ ശക്തിയാൽ സംഭവിക്കും. ഹല്ലേലൂയ. അന്നത്തെ പുരോഹിതന്മാർ, അന്നത്തെ സമൂഹം അവരെ നോക്കി വിളിച്ചു പറഞ്ഞു, ഇവര് നമ്മളെ യേശുവിന്റെ കൂടെ കണ്ട ആ ഭീരുക്കളായവരല്ലേ? ഇവരിങ്ങനെ മാറിയല്ലോ. ലോകം അവരെ കുറിച്ച് പറഞ്ഞത് പിന്നെ എന്താണെന്നറിയാമോ? അയ്യോ, ഭൂലോകത്തെ ഇളക്കി മറിക്കുന്നവർ ഇവിടെയും എത്തിയല്ലോ എന്ന്. ഈ പഠിപ്പില്ലാത്തവരും ഭീരുക്കളും ബലഹീനരുമായി ഇവരെ കുറിച്ച് ലോകം വിളിച്ചു പറയത്തക്ക വിധം ഇവരിങ്ങനെ വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നതിന് ഒരു കാരണമേ ഉള്ളൂ. അവരുടെ മേൽ വെളിപ്പെട്ട അത്യുന്നതന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിച്ച് ആത്മനിറവാണ് അവരെ രൂപാന്തരപ്പെടുത്തിയത്. അതുകൊണ്ട് ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാ, ഒരു വിശ്വാസത്തിന്റെ സമൃദ്ധി ആവശ്യമുണ്ടെങ്കിൽ ഒരു ആത്മനിറവിന്റെ ജീവിതം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മെ വിശ്വാസത്തിൽ ശക്തീകരിക്കുന്ന, നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നമ്മിൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ താഴ്വരയിൽ വെച്ച് പരാജയപ്പെട്ടതായി ശിഷ്യന്മാർ, അല്ലേ? സ്തോത്രം. ഒരു അപ്പന്റെ മുമ്പിൽ സ്തോത്രം ഒരു കുഞ്ഞിനെ സൗഖ്യമാക്കാൻ അവർ പരിശ്രമിച്ചിട്ട് നടക്കാതെ പരാജയപ്പെട്ടു പോയ, അവിശ്വാസം നിമിത്തം പരാജയപ്പെട്ടു പോയതാ. അന്നിവർക്ക്, നിങ്ങൾ ആലോചിക്കൂ, ആ കൊച്ചിനെ സൗഖ്യമാക്കുന്നതിന് പിൻപിൽ ഇവരുടെ കുഴപ്പം എന്തായിരുന്നു? ഇവർക്ക് ശക്തി ഇല്ലാതിരുന്നതാണോ? ആണോ? അല്ല. ഇന്ന് പകലും ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, സ്തോത്രം, നമ്മുടെ പ്രതിസന്ധിയുടെ മുൻപിൽ സ്തോത്രം അതിനെ അതിജീവിക്കാൻ കഴിയാത്ത വിധം നമ്മൾ ആരും ബലഹീനരല്ല. നമ്മുടെ മേൽ ദൈവം തന്റെ ശക്തി പകർന്നിട്ടുണ്ട്. പിന്നെ എന്താ കുഴപ്പം? പിന്നെ എന്താ ജയിക്കാൻ പറ്റാത്തത്? വിശ്വാസം കുറഞ്ഞുപോയി. സ്തോത്രം. ശക്തി ഉണ്ട്, പക്ഷെ വിശ്വാസം ഇല്ല. സ്തോത്രം. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല എന്ന് കേട്ട പോലെ, സ്തോത്രം, നമുക്ക് എന്തെല്ലാം ആനയ്ക്ക് പുറകിൽ ഇത്രയും വലിയ ഭാഗം ഉണ്ടെന്നും താൻ വലിയ ശക്തനാണെന്നും ഏതിനേക്കാൾ ചുഴറ്റി എറിയാനുള്ള കരുത്തുണ്ടെന്നൊക്കെ സ്തോത്രം ആനയ്ക്ക് ഒരു ബോധം ഉണ്ടായി. ഈ ചെവി ഇങ്ങനെ തന്റെ പുറകിലേക്ക് മറച്ചു പിടിച്ചിരിക്കുന്നതുകൊണ്ട് ആനയ്ക്ക് തന്റെ ശക്തിയെ തിരിച്ചറിയില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ, സ്തോത്രം, നമ്മളിൽ പലർക്കും നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആ വലിപ്പം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന അനന്ത സാധ്യതകളെ കുറിച്ച് നമ്മൾ ഇപ്പോഴും ഗ്രഹിച്ചിട്ടില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ കുറവ് നമ്മളെ പലയിടത്തും ബലഹീനരാക്കി വെച്ചിരിക്കുകയാ. നമ്മുടെ രോഗത്തിന്റെ മേൽ ഇനി ഒരു പ്രത്യേക അഭിഷിക്തൻ വരണ്ട. നിന്റെ പ്രാർത്ഥന മുറിയിൽ വെച്ച് തന്നെ വിടുതൽ പ്രാപിക്കാ. അനേകരുടെ വിടുതലിന് വേണ്ടി ഉപയോഗപ്പെടാ. ദൈവം നിന്റെ കരങ്ങളിൽ ഉപയോഗിക്കും. അതിനുള്ള ആത്മശക്തി നിന്റെ മേലുണ്ട്, അതിനുള്ള കൃപ നിന്റെ മേലുണ്ട്. പക്ഷെ തിരിച്ചറിയണം, വിശ്വസിക്കണം. ഇന്ന് വരെ നമ്മുടെ വിശ്വാസം ദൈവത്തിലൊന്ന് വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അന്നേരം അപ്പന്റെ മുമ്പിൽ പരാജയപ്പെട്ടവരായി കുനിഞ്ഞു നിന്ന ആ ശിഷ്യന്മാർ ഇതാ ഇപ്പോൾ ഇവിടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. ഹല്ലേലൂയ. തന്റെ ചുറ്റും നിൽക്കുന്ന അധികാരവർഗത്തോട്, പുരോഹിത ശ്രേഷ്ഠന്മാരോടും ആ സമൂഹത്തിലെ വലിയ ഭക്തശിരോമണികളായ മനുഷ്യരുടെ മുൻപിൽ ഇവരിങ്ങനെ അഭിമാനത്തോടെ ഉയർന്നു നിന്നിട്ട് പറഞ്ഞു, ഈ രൂപാന്തരത്തിന്റെ കാരണം ഞങ്ങളുടെ കഴിവോ ശക്തിയൊന്നും അല്ല,
അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ ഇവൻ നടക്കുമാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ വിശ്വാസം ദൈവത്തിൽ ഒന്ന് വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഒരു പ്രശ്നം, നമുക്ക് വിശ്വാസമുണ്ട്, അപ്പോൾ തന്നെ ഭയമുണ്ട്. നമ്മൾ ആശ്രയിക്കുന്നത് നമ്മൾ പറയോ, അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആകുലതയും വർദ്ധിക്കുന്നു. എന്നാൽ നമുക്ക് ഇന്ന് പകൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ബൈ ഫെയ്ത്ത് ഇൻ ഹിസ് നെയിം, സ്തോത്രം. അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ അത്ഭുത സൗഖ്യങ്ങൾ നടക്കും. അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ, സ്തോത്രം, ചങ്ങലകൾ അഴിയും. അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ, സ്തോത്രം, ഉണർവ് സംഭവിക്കും. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ, നമ്മുടെ പ്രത്യാശ ഒന്ന് വർദ്ധിക്കട്ടെ, നമ്മളിൽ ധൈര്യം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മിലൂടെ ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള ആ അനന്ത സാധ്യതകളിലേക്ക്, ആ ദൈവ പ്രവർത്തികളിലേക്ക്, ആ ദൈവത്തിന്റെ അത്ഭുത നാളുകളിലേക്ക് ഇന്ന് പകൽ നമ്മുടെ വിശ്വാസം ഒന്ന് ഉയരുക ഇടയായി തീരട്ടെ. നമ്മുടെ ഉള്ളിലെ സംശയങ്ങൾ മാറിപ്പോകട്ടെ, എല്ലാ ഭീരുത്വവും മാറിപ്പോകട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ, എല്ലാവിധ ആകുലതകളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടതുപോലെ ഇന്ന് പകൽ നമുക്ക് ദൈവത്തിന്റെ വിശ്വാസത്താൽ ശക്തിപ്പെടുവാൻ കഴിയട്ടെ. ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിനൊരു ആത്മനിറവിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു വലിയ ഉണർവ് നമ്മെ